നിരവധി സീരിയലുകളിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി അമൃത എസ്. അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും നന്നായി അറിയുന്ന അമൃത വർണ്ണൻ എന്ന് സ്നേഹത്തോടെ പ്രേക്ഷകർ വിളിക്കുന്ന സ്വന്തം അമൃത. ഇപ്പോൾ അമൃത തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് വൈറലായി മാറുന്നത്. ഇന്നാളെ ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തുകാർ. ഇപ്പോൾ അതിനോട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അമൃതയുടെ ഭർത്താവ് അമൃതയെ സഹായിക്കാനായി പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ കൂട്ടുകയാണ്. ആ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ അമൃത ചില കാര്യങ്ങൾ പറയുന്നു. 2 ദിവസമായി എൻ്റെ ഭർത്താവ് ഈ ഒരു മുറി മാത്രമാണ് ഒതുക്കുന്നത്, എന്നാൽ ഇതുവരെ ഒതുക്കി തീർന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രയാസമാണ് നടി പറയുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുന്നത്, ഞാൻ സാരി മടക്കുകയാണ് എന്ന്. ഈ അറ്റം പിടിക്കുമ്പോൾ ആ അറ്റം താഴെ പോകുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് സാരി മടക്കലല്ലല്ലോ പണി. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സമയമെടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തു തീർത്തേനെ. ഇങ്ങനെയാണ് ഇപ്പോൾ അമൃതയുടെ ഭർത്താവ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് പിടിക്കുമ്പോൾ എവിടെയോ പോകുന്നു. പൊങ്കാല പ്രമാണിച്ച് വീട് വൃത്തിയാക്കാൻ ഇറങ്ങി അമൃതയുടെ ഭർത്താവിന് പിന്നീട് സംഭവിച്ചതും ഒരു സാരി ഉണ്ടാക്കിയ പൊല്ലാപ്പുമാണ് നടി വെളിപ്പെടുത്തുന്നത്. +1 കഴിഞ്ഞിട്ട് അഭിനയ രംഗത്തെത്തിയ അമൃത ഇന്ന് മിനിസ്ക്രീനിൽ മുൻനിര നായകന്മാർക്കൊപ്പം വളർന്നു കഴിഞ്ഞു. അഭിനയം എന്താണെന്നറിയാത്ത സമയത്ത് വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയ സുന്ദരി കൂടിയാണ്. വീട്ടമ്മമാരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുത്തൊരു താരം. പട്ടുസാരി, പുനർജനി, ചക്രവാകം, വധു, വേളാങ്കണ്ണി മാതാവ്, ഓട്ടോഗ്രാഫ് തുടങ്ങി ഒട്ടനവധി സീരിയലുകളിൽ അമൃത ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ സ്വന്തമാക്കിയിട്ടുണ്ട്. വില്ലത്തി വേഷങ്ങളിലൂടെയാണ് താരം മിനിസ്ക്രീനിലെത്തിയത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വില്ലത്തി കഥാപാത്രം ചെയ്യുന്ന അമൃതയെ. വില്ലത്തിയായിട്ടാണ് താരം എത്തുന്നതെങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന അമൃതയുടെ മുഖം തന്നെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. നീണ്ട ഇടതൂർന്ന മുടിയും വട്ടമുഖവും അഴകാർന്ന കണ്ണുകളും അമൃതയുടെ രൂപത്തെയും അഭിനയത്തെയും കുറിച്ച് 100 നാവായിട്ടാണ് പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോൾ താൻ ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലാണ്. എല്ലാവരും അതേ തിരക്കിലാണ്. ആറ്റുകാൽ അമ്മയുടെ നടയിലെത്തുക, പൊങ്കാല അർപ്പിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരെയും ദൈവവിശ്വാസമുള്ളവരുടെയും ഒരു പ്രാർത്ഥന തന്നെയാണ്. ഇപ്പോൾ അക്കൂട്ടത്തിലേക്കാണ് താരത്തിൻ്റെ വാർത്തയും എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ്. അമൃത എന്ത് പെട്ടെന്നാണ് എത്തിയത്? സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അമൃതയുടെ ഈ വിശേഷത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഇത്ര പെട്ടെന്ന് പൊങ്കാല ഒരുക്കങ്ങളൊക്കെ അവസാനിച്ചു. ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. ഇങ്ങനെ പറഞ്ഞ് നിരവധി പേർ അമൃതയോടൊപ്പം എത്തുകയാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണല്ലേ. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് എടുത്തു പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഈ പൊങ്കാല ഒരുക്കങ്ങളൊക്കെ വർഷങ്ങളായി കണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു എന്നാണ് പലരും കമൻറ്റ് ചെയ്ത് എത്തുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.